ഹലോ എവരി വൺ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം സെക്കൻഡ് സെമസ്റ്റർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന പേപ്പറിലെ തേർഡ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള കോറിലേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കോറിലേഷനും റിഗ്രഷൻ ആണ് ഈ ഒരു ബ്ലോക്കിലുള്ളത്. നമ്മൾ ഓൾറെഡി ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് തന്നെ, പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഇനി എന്തായാലും കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോ റിലേഷൻ, അതായത് രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷന്റെ ഒരു മൂവ്മെന്റിനെ ഒക്കെ പഠിക്കുന്നതാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മെഷർ ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. സോ ദ മൂവ്മെന്റ് ക്യാൻ ബി ഡയറക്റ്റ് ഓർ ഇൻവേഴ്സ് ഓർ നൺ. അത് നോ കോറിലേഷൻ ആവും, പോസിറ്റീവ് കോറിലേഷൻ ആവും, നെഗറ്റീവ് കോറിലേഷൻ ആവും. അങ്ങനെ മൂവ്മെന്റ് ഏത് തരത്തിലാണ് രണ്ട് വേരിയബിൾ, ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റം മറ്റൊരു വേരിയബിളിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കോറിലേഷനിൽ നമ്മൾ പറയുന്നത്. ദെൻ കോറിലേഷന്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത്, when two variables are correlated, that a change in one is accompanied by a change in the other in such a way that the increase in one variable follows increase or decrease in the other variable. അതായത് ഒരു വേരിയബിൾ കൂടെ കുറേ ചെയ്യുമ്പോൾ മറ്റൊരു വേരിയബിളിനെ അതിനനുസരിച്ചിട്ട് കൂടെ കുറെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ബന്ധം ഇല്ലെങ്കിൽ നോ കോറിലേഷൻ ആണ്. ടൈപ്സ് ഓഫ് കോറിലേഷൻ നോക്കുമ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ ഉണ്ട്, ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ ഉണ്ട്, പാർഷ്യൽ ആൻഡ് ടോട്ടൽ കോറിലേഷൻ, സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ, ദെൻ നോ കോറിലേഷൻ എന്നുള്ളതാണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്നുള്ള രണ്ട് വേരിയബിൾസ് എടുക്കുകയാണെങ്കിൽ വൺ വേരിയബിളിന്റെ ഇൻക്രീസ് മറ്റൊരു വേരിയബിളിന്റെ ഇൻക്രീസിന് ഇൻക്രീസ് ഓർ ഡിക്രീസ് സാധ്യമാക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇഫ് ദ ടു വേരിയബിൾസ് ടെൻഡ് ടു മൂവ് ടുഗദർ ഇൻ സെയിം ഡയറക്ഷൻ, ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റേ വേരിയബിളും കൂടുകയാണെങ്കിൽ കോറിലേഷൻ പോസിറ്റീവ് അല്ലെങ്കിൽ ഡയറക്റ്റ് കോറിലേഷൻ എന്ന് പറയും. ഇനി ഒരു വേരിയബിൾ കൂടുന്നത് മറ്റൊരു വേരിയബിൾ കുറയാനാണ് സാധ്യത എന്നുണ്ടെങ്കിൽ, ഇപ്പം പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയല്ലേ ചെയ്യുക, അങ്ങനെയാകുമ്പോൾ അത് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഇൻകം കൂടുമ്പോൾ നമ്മുടെ എക്സ്പെൻഡിച്ചറും കൂടാനല്ലേ സാധ്യത, പൊതുവെ കോമൺലി എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. സോ അത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. എക്സാമ്പിൾ ആയിട്ട്, ദ മോർ ടൈം യു സ്പെൻഡ് റണ്ണിങ് ഓൺ എ ട്രെഡ്മിൽ ദ മോർ കലോറീസ് യു വിൽ ബേൺ. അതുപോലെ ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻ സർക്കുലേഷൻ ആൻഡ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി ഒക്കെയാണ് എക്സാമ്പിൾ തന്നിട്ടുള്ളത്. ദെൻ നെഗറ്റീവ് കോറിലേഷൻ പറഞ്ഞു, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് എ ട്രെയിൻ ഇൻക്രീസ് സ്പീഡ് ദ ലെങ്ത് ഓഫ് ടൈം ടു ഗെറ്റ് ദ ഫൈനൽ പോയിന്റ് ഡിക്രീസ്. സ്പീഡ് കൂടുന്തോറും നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്താനുള്ള സമയം കുറയല്ലേ ചെയ്യുക. സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ വേഗം എത്താൻ പറ്റും, സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ എത്താൻ നേരം വൈകും. അങ്ങനെയാണ് നെഗറ്റീവ് കോറിലേഷൻ. ഇനി ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ ഉണ്ട്. ലീനിയർ കോറിലേഷൻ എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ഈസ് സെറ്റ് ടു ബി ലീനിയർ ഇഫ് ദ ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ചേഞ്ച് ഇൻ അനദർ. ഒന്നിൽ വരുന്ന ചേഞ്ച് മറ്റൊന്നിന് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുമ്പോഴാണ് ലീനിയർ കോറിലേഷൻ. ഇനി ഇഫ് ദ റേറ്റ് ഓഫ് ചേഞ്ച് വൺ വേരിയബിൾ ഈസ് നോട്ട് കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു ദ അതർ, അങ്ങനെ പ്രൊപ്പോർഷണൽ അല്ല, ഇറഗുലർ ആയിട്ടാണെങ്കിൽ നമ്മൾ നോൺ ലീനിയർ എന്ന് പറയും. ഇനി സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ ഉണ്ട്. സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുമ്പോൾ it refers to the relationship between two variables and measures how one variable changes in response to another. മറ്റൊന്നിനെ ബന്ധിച്ച് അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത്. എക്സാമ്പിൾ പറയുന്നത്, എക്സാമിനിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അവേഴ്സ് ഓഫ് സ്റ്റഡി ആൻഡ് എക്സാം സ്കോർസ്. XY എന്നുള്ള എടുത്താൽ രണ്ടും തമ്മിലുള്ളതാണ് പഠിക്കുന്നത്. ഇനി മൾട്ടിപ്പിൾ കോറിലേഷൻ, ഇവിടെ അവേഴ്സ് ഓഫ് സ്റ്റഡി അതുപോലെ എക്സാം സ്കോർസും മാത്രമാണ് സിമ്പിൾ കോറിലേഷനിൽ. മൾട്ടിപ്പിൾ കോറിലേഷനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇഫ് യു ആർ അനലൈസിങ് ദ അവേഴ്സ് ഓഫ് സ്റ്റഡി, അറ്റൻഡൻസ് ആൻഡ് സ്ലീപ്പ് അവേഴ്സ് ഓൺ എക്സാം സ്കോർ. Y എന്നൊരു എക്സാം സ്കോർ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവേഴ്സ് ഓഫ് സ്റ്റഡിയും അറ്റൻഡൻസും സ്ലീപ്പ് അവേഴ്സും എല്ലാം കൂടെ കോറിലേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയും. ഇനി പാർഷ്യൽ ആൻഡ് ടോട്ടൽ കോറിലേഷൻ ഉണ്ട്. പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് മെഷേഴ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് വൈൽ കൺട്രോളിംഗ് ഫോർ ദ ഇഫക്റ്റ് ഓഫ് വൺ ഓർ മോർ അഡീഷണൽ വേരിയബിൾസ്. അതായത് രണ്ട് വേരിയബിൾ തമ്മിലുള്ളത് പഠിക്കുക, മറ്റുള്ളതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് എന്നുള്ളതാണ്. ടോട്ടൽ കോറിലേഷൻ ആകുമ്പോൾ എക്സാമ്പിൾ പറയുന്നത്, examining the overall relationship between study hours and exam scores without considering other factors like intelligence, attendance or sleep patterns ഇതൊന്നും കൺട്രോൾ ചെയ്യാതെ ടോട്ടൽ ആയിട്ട് പഠിക്കുന്നതിനാണ് ടോട്ടൽ കോറിലേഷൻ. ഇനി നോ കോറിലേഷൻ എന്ന് പറയുമ്പോൾ വേരിയബിൾസ് തമ്മിൽ ഒരു ബന്ധവും ഇല്ലെങ്കിൽ നമുക്ക് നോ കോറിലേഷൻ, അവിടെ ഒരു കോറിലേഷനും ഇല്ല എന്ന് പറയാൻ പറ്റും. ഇനി കുറച്ച് തിയററ്റിക്കൽ കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് ഈ ഇത്തരം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള യൂണിറ്റ്സിലെല്ലാം ഇമ്പോർട്ടൻസ് പ്രോബ്ലം ചെയ്യാൻ പഠിക്കുക, ഇക്വേഷൻ വൈസ് പഠിക്കുക എന്നുള്ളതാണ്. എന്നാലും കോറിലേഷന്റെ യൂസസ് പറയുന്നുണ്ട്. മേ ബി നമുക്ക് തിയറീസും ചോദിക്കുമല്ലോ പ്രോബ്ലം പേപ്പർ ആണെങ്കിലും, ഇതിലൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ, എക്കണോമിക്സ്, സോഷ്യൽ സയൻസ്, ക്ലൈമറ്റ് ചേഞ്ച്, എഡ്യൂക്കേഷൻ എല്ലാ ഫീൽഡിലും നമ്മൾ കോറിലേഷൻ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്, അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ
കോറിലേഷൻ നമ്മളെ റിലേഷൻഷിപ്പ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ട്രെൻഡ്സ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഐഡന്റിഫൈങ് ദ കീ ഫാക്ടേഴ്സ്, ക്വാളിറ്റി കൺട്രോൾ, അതുപോലെ റിസ്ക് മാനേജ്മെന്റ്, ഒപ്റ്റിമൈസിങ് റിസോഴ്സ് അലോക്കേഷൻ, എൻഹാൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ്, റിഫൈനിങ് മോഡൽസ്, ഇതെല്ലാമാണ് നമ്മുടെ കോറിലേഷന്റെ ഇമ്പോർട്ടൻസും അഡ്വാൻറ്റേജസ് ആയിട്ടൊക്കെ നമുക്കിത് പറയാൻ പറ്റും. ഇനി ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിലും എക്സ്ട്രീം വാല്യൂസ് ക്യാൻ ഡിസ്പ്രപ്പോർഷണലിറ്റി അഫക്ട് കോറിലേഷൻ, അതുപോലെ ഇത് ക്യാപ്ചേഴ്സ് ഓൺലി സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ മാത്രമാണ് നോക്കുന്നത്, ഫുൾ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് നോക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. സ്മോൾ സാമ്പിൾസ് ആകുമ്പോൾ ദേ മേ നോട്ട് റെപ്രസെന്റ് ദ പോപ്പുലേഷൻ അക്യുറേറ്റ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ലിമിറ്റേഷൻസും പറയുന്നുണ്ട്. ഇത് നമുക്ക് കോറിലേഷന്റെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ -1ന്റെയും +1ന്റെയും ഇടയിലായിരിക്കും. ദെൻ 0 to 1 എന്നുള്ളൊരു ലെവലിലാണ് ഇത് വരുന്നത്. 0 തൊട്ട് 1 വരെ ആകുമ്പോൾ പോസിറ്റീവ് കോറിലേഷനും 0ന്റെ അടിയിലേക്ക് -1 അതിന്റെ ഇടയിലാകുമ്പോൾ നെഗറ്റീവ് കോറിലേഷനും 0 ആണെങ്കിൽ നോ കോറിലേഷനും ആണ്. അത് ജസ്റ്റ് നമുക്ക് സ്കാറ്റർ ഡയഗ്രാം പറയുമ്പോൾ പറയാവുന്നതാണ്. ഇനി മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ ആകുമ്പോൾ നമുക്ക് കോറിലേഷൻ ചെയ്യാനുള്ള 4 മെത്തേഡ്സ് ആണ് കാര്യമായിട്ടുള്ളത്. സ്കാറ്റർ ഡയഗ്രാം മെത്തേഡും, കാൾ-പേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനും, സ്പിയർമാൻ റാങ്ക് കോറിലേഷനും, കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡും ആണുള്ളത്. ഓരോന്നും നമുക്ക് നോക്കാം. ചിലത് പ്രോബ്ലമാറ്റിക് ആണ്, നമുക്ക് ഞാൻ പ്രോബ്ലം ചെയ്ത് കാണിക്കാം. സോ സ്കാറ്റർ ഡയഗ്രം എന്ന് പറയുമ്പോൾ മോസ്റ്റ് സിംപ്ലസ്റ്റ് ആൻഡ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് ഈസിലി കോറിലേഷൻ പ്ലോട്ട് നമ്മളെ 2 വേരിയബിൾസും XY ആക്സിസിൽ വരച്ചിട്ട് കോറിലേഷന് പറയുന്നതാണ്. സോ നമ്മൾ എന്താണ് അപ്വേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ടാണ് ഇങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷൻ ആണ്, താഴേക്കാണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ ആണ്. ദെൻ അതങ്ങനെ സ്കാറ്റർ ചെയ്തിട്ടാണ് പോയിന്റ്സ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നോ കോറിലേഷൻ ആണെന്നൊക്കെയുള്ള ബേസിക് കാര്യങ്ങളാണ് സ്കാറ്റർ ഡയഗ്രത്തിൽ പറയുന്നത്. കാൾ-പേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്വേഷൻസ് വെച്ചിട്ട് കോറിലേഷന് എന്താണ് കോറിലേഷൻ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇന്റർപ്രിറ്റേഷൻ കൊടുക്കുന്നതാണ്. നമുക്ക് പ്രോബ്ലം ചെയ്യാം. അതുപോലെ മൂന്നാമത്തെ ഒരു മെത്തേഡാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. സോ നമ്മൾ റാങ്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ വേരിയബിൾസിനെ ഏതാണ് വലുത് അല്ലെങ്കിൽ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ റാങ്ക് ചെയ്തുകൊണ്ട് ഒരു ഇക്വേഷൻ വൈസ് ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്യുന്നത്. അതാണ് റാങ്ക് കോറിലേഷന്. പിന്നെ കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ് ഉണ്ട്. കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ് ഓഫ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സിമ്പിൾ വേ ടു ആക്സസ് ഡയറക്ഷൻ ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് ബേസ്ഡ് ഓൺ ദെയർ ചേഞ്ചസ് ബേസ് ചെയ്തിട്ട് ആൻഡ് ഇറ്റ് ഫോക്കസസ് ഓൺ വെദർ ദ വേരിയബിൾ ടെൻഡ് ടു ചേഞ്ച് ടുഗദർ ഇൻ സെയിം ഡയറക്ഷൻ, പോസിറ്റീവ് ആണോന്നോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നെഗറ്റീവ് ആണെങ്കിലോ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ്ലി ആണോ, രണ്ട് വഴിക്കായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടാണോ പോകുന്നത്, അപ്പോൾ നോ കോറിലേഷൻ ആണെന്നൊക്കെ കണ്ടെത്താനാണ്. കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ് നമ്മൾ പ്രോബ്ലം വൈസ് ഇങ്ങനെ നമ്മുടെ യൂണിറ്റിൽ പഠിക്കുന്നില്ല. ാണ് 4 മെത്തേഡ്സ് വരുന്നത്. ഇതിൽ പ്രോബബിൾ എററും അതുപോലെ സ്റ്റാൻഡേർഡ് എററും പറയുന്നുണ്ട്. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുമ്പോൾ ഇറ്റ് ടെൽസ് അസ് ഹൗ മച്ച് ദ സാമ്പിൾ കോറിലേഷൻ, അതായത് R ഈസ് ലൈക്ലി ടു വാരി ഫ്രം ദ ട്രൂ പോപ്പുലേഷൻ ജസ്റ്റ് ബിക്കോസ് ഓഫ് എന്താണ് ചാൻസ്, അത് സാമ്പിളിംഗ് എറർ കാരണമൊക്കെ. ഇറ്റ് ഷോസ് ദ റിലയബിലിറ്റി ഓഫ് ദ കോറിലേഷൻ. സ്മോളർ സ്റ്റാൻഡേർഡ് എറർ മീൻസ് മോർ റിലയബിൾ ആയിട്ടുള്ള കോറിലേഷൻ R ആണ് എന്നുള്ളതാണ്. ഇനി പ്രോബബിൾ എറർ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് എറർ ബേസ് ചെയ്തിട്ടാണ്. ഇറ്റ് ഗീവ്സ് എ റേഞ്ച് വിത്തിൻ വിച്ച് ദ ട്രൂ കോറിലേഷൻ ഈസ് ലൈക്ലി ടു ബി, ഒരു റേഞ്ച് തരും, ഇതിനുള്ളിലായിരിക്കാം ട്രൂ കോറിലേഷൻ വരിക എന്നുള്ളൊരു അപ്പറും ലോവർ ആയിട്ടുള്ള രീതിയിൽ പോലെയുള്ള ഒരു റേഞ്ച് ആണ് തരുന്നത് പ്രോബബിൾ എറർ. അപ്പർ ലോവർ എന്നുള്ള രീതിയിലല്ല, ഏതൊരു രീതിയിലാണ് കോറിലേഷന് ട്രൂ കോറിലേഷൻ ഏതിൻ്റെ ഉള്ളിൽ വരും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. Probable error refers to an estimate of the possible deviation between the sample correlation and the true correlation in the population എന്നുള്ളതാണ്. സോ ഇത്രയുമാണ് ഈ ഒരു കോറിലേഷൻ എന്ന യൂണിറ്റിൽ നമുക്ക് തിയറിറ്റിക്കലി എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ. കാര്യമായിട്ടും പ്രോബ്ലംസ് ആണ് വരുന്നത്. കോറിലേഷനിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതിനു മുമ്പ് നമുക്ക് കോറിലേഷന് 3 ഇക്വേഷൻസ് ആണുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേത് ഇക്വേഷൻ എടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ കോവേരിയൻസ് ഒക്കെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ ആക്കാരം, അല്ലെങ്കിൽ എക്സും വൈയും മാത്രമാണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സിന്റെ അത് ഇപ്പോ ഈ ക്വസ്റ്റ്യനിൽ കാണുന്ന പോലെ n സിഗ്മ എക്സ് എന്ന് പറഞ്ഞത് ഡയറക്റ്റ് തരാം. അതർവൈസ് നമുക്ക് എക്സും വൈന്റെയും വാല്യൂസ് മാത്രം തരാം. എക്സ് എന്ന് പറഞ്ഞിട്ട് താഴേക്ക് എത്രയോ, വൈ എന്ന് പറഞ്ഞിട്ട് താഴേക്ക് തന്നിട്ട് അപ്പൊ സിഗ്മ എക്സും സിഗ്മ വൈയും എക്സ് ഇൻറ്റു വൈയും അതിന്റെയൊക്കെ ടോട്ടലൊക്കെ നമ്മൾ തന്നെ കാണേണ്ടി വരും. ദെൻ അല്ലാത്ത രീതിയിൽ നമുക്ക് ഇങ്ങനെയാണ് ഇക്വേഷൻസ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ n സിഗ്മ എക്സ് വൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ,
ഇപ്പൊ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, കോൾപേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ കാണാനാണ്. നമുക്ക് എല്ലാം ഡയറക്ട്ലി തന്നൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാത്തിന്റെയും വാല്യൂ നമുക്കിങ്ങനെ എക്സ് എന്ന് പറഞ്ഞ് താഴത്തേക്ക് ഇങ്ങനെ വാല്യൂ, വൈ എന്ന് പറഞ്ഞ് താഴേക്ക് ഇങ്ങനെ വാല്യൂസ് തരികയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം കണ്ടെത്തണം. എത്ര എക്സും വൈ ഉണ്ട് എന്ന് വെച്ചാൽ എണ്ണാക്കാരം ഈ സിഗ്മ എക്സ് എന്ന് പറയുന്നത് എക്സ് കോളത്തിന്റെ ടോട്ടലും സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറുകൾ കണ്ടിട്ട്, അപ്പൊ നമ്മൾ എക്സ് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു കോളൊക്കെ കൊടുത്ത് എക്സിന്റെ സ്ക്വയേഴ്സ് ഒക്കെ കണ്ടിട്ട് അതൊക്കെ വെച്ചിട്ടാവും ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ നമ്മൾ നേരിട്ട് അങ്ങ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. സോ ഇവിടെ നമ്മൾ r is equal to n sigma xy minus sigma x into sigma y divided by root of n sigma x square minus sigma x all square into, ഇവിടെയൊക്കെ ഇൻറ്റു ഉണ്ട്, അത് ഇടാതെ വെക്കുന്നത് എക്സും ആയിട്ട് മാറിപ്പോവാതിരിക്കാനാണ്. ദെൻ റൂട്ട് ഓഫ് n sigma y square minus sigma y whole square എന്നുള്ളതാണ്. എല്ലാം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നേരിട്ട് ഇങ്ങോട്ട് ഡാറ്റ എടുത്ത് ഇട്ടാൽ മാത്രം മതി. സോ n 10 ആണ്, n into sigma xy എന്ന് പറയുന്നത് 168 ആണ് തന്നിട്ടുണ്ട്, മൈനസ് 35 into 28 എന്നുള്ളത് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. സിഗ്മ എക്സ് 35ഉം സിഗ്മ വൈ 28ഉം ആണ്. അങ്ങനെ നമ്മൾ ഇക്വേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് 700 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 805 ഇൻറ്റു 616 എന്നുള്ളത് കിട്ടും. ഇതിൻ്റെയൊക്കെ റൂട്ട്സ് വാല്യൂസ് നമ്മൾ കാണുമ്പോൾ 700 ഡിവൈഡഡ് ബൈ 704.14 എന്ന് കിട്ടും. സോ ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്നത് R will be 0.99. 0.99 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. സോ ദർ ഈസ് വെരി സ്ട്രോങ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. പോസിറ്റീവ് ആണ്, എക്സ് കൂടുന്തോറും വൈയും കൂടും. 0.99 എന്ന് പറയുമ്പോൾ ഏകദേശം 1 എന്നുള്ളതാണ്. ഒരു പെർഫെക്റ്റ് കോറിലേഷൻ ആണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് ഇങ്ങനെ ഡയറക്ട്ലി ഡാറ്റ തന്നിട്ട് ആവണമെന്നില്ല ക്വസ്റ്റ്യൻ. സോ അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ട് ഇതിലൊക്കെ വേണ്ട ഓരോ ഇൻഗ്രീഡിയൻസ് എന്ന പോലെ ഓരോന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ആണ് നോക്കുന്നത്. ഇവിടെ ഇക്വേഷൻ വരുന്നത് P is equal to 1 minus 6 sigma d square divided by n into n square minus 1 എന്നുള്ളതാണ്. സോ ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതിയിട്ടില്ല. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് നെയിം ഓഫ് ദി സ്റ്റുഡൻസും അവർക്ക് മാത്തമാറ്റിക്സിലും ഫിസിക്സിലും കിട്ടിയിട്ടുള്ള മാർക്സ് ആണ് തന്നിട്ടുള്ളത്. സോ ഈ മാർക്സിന് നമ്മൾ റാങ്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കാണുന്നത്. സോ മാർക്ക് നോക്കൂ, 7, 3, 1, 4, 6, 8, 2, 5 എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടിയിട്ടുള്ളത് എഫിനാണ്, 8 എന്നുള്ളത്. മാർക്ക് കൂടുന്ന ആൾക്കല്ലേ ഫസ്റ്റ് റാങ്ക് കൊടുക്കേണ്ടത്. സോ 8ന് 1 എന്നും, അത് കഴിഞ്ഞിട്ട് വരുന്നത് 7, 2, അങ്ങനെ നമ്മൾ ലാസ്റ്റ് മാർക്ക് വന്നിട്ടുള്ളത്, അതായത് ഏറ്റവും കുറവ് മാർക്ക് വന്നിട്ടുള്ള സിക്ക് 1 ആണ്. അതിന് നമ്മൾ റാങ്ക് കൊടുത്തത് 8th റാങ്ക് ആണ്. A to H എന്നുള്ളത് 8 പേരുടെ റാങ്ക്സ് നമ്മൾ മാത്സിന് കൊടുത്തു. അതുപോലെ തന്നെ ഫിസിക്സിനെ നമ്മൾ റാങ്ക് ചെയ്യുന്നുണ്ട്. ഫിസിക്സിലും ഓരോരുത്തർക്ക് കിട്ടിയിട്ടുള്ളത് 8 മാർക്സ് കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ള ഇക്ക് നമ്മൾ ഫസ്റ്റ് റാങ്ക് കൊടുത്തു. ദെൻ അത് കഴിഞ്ഞ് 7 കിട്ടിയിട്ടുള്ളതിന് 2 സെക്കൻഡ് റാങ്ക് എന്നുള്ള രീതിയിൽ കൊടുത്തു. ഇനി നമുക്ക് ഡിയും ഡി സ്ക്വയറും ആണ് ഇതിൽ വേണ്ടത്. ഡി എന്ന് പറയുന്നത് ഡിഫറൻസ്, ഡീവിയേഷൻ ആണ്. റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കേട്ടോ നോക്കേണ്ടത്. മാത്സിന്റെ റാങ്കും ഫിസിക്സിന്റെ റാങ്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കേണ്ടത്. നമ്മുടെ നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്നുള്ളത് നോക്കണ്ട, കാരണം നമുക്ക് ഡി സ്ക്വയർ കാണാനുണ്ട്. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും സ്ക്വയർ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ട് മാറുമല്ലോ. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. സോ നമുക്കിവിടെ എന്റെ നോക്കുകയാണെങ്കിൽ 2ഉം 3ഉം ആണ് റാങ്കിന്റെ ഡിഫറൻസ് വരുന്നത്. 1 ഇവിടെ ബിന്റെ ആണെങ്കിൽ 6, 7, അവിടെയും 1. സിക്ക് ആണെങ്കിൽ 8ഉം 8ഉം വരുന്നതുകൊണ്ട് 0 ആണ് വരുന്നത്. ദെൻ 5, 4 ഡിവിയേഷൻ 1 വരുന്നു. 3, 1 എന്ന് പറയുമ്പോൾ 2 ആണ്. 1, 2, 1, 7, 6 ആകുമ്പോൾ 1, 4, 5 ആകുമ്പോൾ 1. സോ അതിന്റെ ഡി സ്ക്വയേഴ്സ് കാണുമ്പോൾ നമുക്ക് ടോട്ടൽ 1, 1, 0, 1, 4. ഇത് 2ന്റെ സ്ക്വയർ 4 വരുന്നു. ബാക്കിയൊക്കെ 1ന്റെ സ്ക്വയർ 1 തന്നെ ആയതുകൊണ്ട് 1, 1 വരുമ്പോൾ 6 സിഗ്മ ടി സ്ക്വയർ 10 എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് വരുമ്പോൾ 1 minus 6 into sigma d square divided by n into n square minus 1 ആണ്. സോ sigma d square 10 ആവുമ്പോൾ 6 sigma d square എന്ന് പറയുമ്പോൾ 6 into 10 divided by n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. സോ ഇറ്റ്സ് 8 into 8 square minus 1. 8 square ആയിട്ടുള്ള 64 എന്ന് 1 പോയി കഴിഞ്ഞാൽ 63. സോ 1 minus 60 divided by 8 into 63 എന്ന് പറയുമ്പോൾ 1 minus 60 divided by 504. That is 1 minus
0.12. 60 divided by 504 ചെയ്യുമ്പോൾ നമുക്ക് 0.12 എന്ന് കിട്ടും. സോ അതിനെ 1 നിന്നും ലെസ് ചെയ്യണം, അത് മറക്കരുത്. ഈ 1 ലാസ്റ്റ് ആണ് ഈ 1 എല്ലാം കൂടെ ലെസ് ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുക. 1 മൈനസ് 0.12 എന്ന് പറയുമ്പോൾ 0.88. സോ നമുക്ക് ഇന്റർപ്രിട്ടേഷൻ എന്ത് കൊടുക്കാൻ പറ്റും? ദാറ്റ് ഇസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ ദ റാങ്ക് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. മാത്സിന് കിട്ടിയിട്ടുള്ള റാങ്ക് ഫിസിക്സിന് കിട്ടിയിട്ടുള്ള റാങ്കിനെ സെയിം ആള് തന്നെയാണല്ലോ വരുന്നത്, എഫക്ട് ചെയ്യുന്നുണ്ട് ഒരു പോസിറ്റീവ് വേയിൽ. പെർഫെക്റ്റ് അല്ല എന്നിരുന്നാലും ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, ദർ എക്സിസ്റ്റ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റാങ്ക്സ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് എന്നുള്ളത് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ.